ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ഒരു 7 മണിയൊക്കെ ആയിക്കണം കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിങ്ങാണ്ട് നമുക്ക് ഗോതമ്പത്തിൻ്റെ ചോറാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പൊക്കെ ഇന്നലെ തലേന്ന് രാത്രി തന്നെ ഞാൻ നല്ലോണം വേവിച്ച് വെച്ചിരിക്കണം കുക്കറിൽ. അപ്പോൾ അത് രാവിലെ തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിരിക്കണം. അപ്പോൾ ഞാനതിലേക്ക് തേങ്ങൻ്റെ പാലുണ്ടല്ലോ, തേങ്ങാപ്പാൽ, അതൊഴിച്ച് കൊടുക്കുകയാണ്. തേങ്ങ ചിരവിട്ടുങ്ങാണ്ടും ഇത് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഞാൻ പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് ഒന്ന് ലൂസാക്കിങ്ങാണ്ട് അങ്ങനെ എടുത്തേക്കാണ്. അപ്പം മക്കളൊക്കെ പഞ്ചസാരയൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെ കഴിക്കും. അപ്പം അങ്ങനെ ഇതെന്താ പറയുക, പണ്ടത്തെ നൊസ്റ്റുമാണ്. അപ്പം ഇന്നും നേരം വെളുത്ത എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ടെൻഷൻ ആയിക്കാറില്ലേ. അപ്പോൾ ഒരു മടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലേന്ന് രാത്രി തന്നെ അതൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് അപ്പം ഇന്ന് രാവിലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുകൊണ്ട് ഇനി നമുക്ക് നെയ്യിൽ ഇത് തൂമിച്ചെടുക്കണം. നെയ്യ് തന്നെ ആവണം കേട്ടോ, വെളിച്ചെണ്ണയിൽ തൂമിച്ചെടുക്കരുത്. നെയ്യിൽ തൂമിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ചെറിയ ഉള്ളി അരിഞ്ഞു കണ്ടാണ് കേട്ടോ തൂമിക്കണത്. അപ്പം ഇന്ന് എളുപ്പക്കടി ഉണ്ടാക്കാൻ കാരണം എനിക്കൊരു സ്ഥലം വരെ പോകണം കേട്ടോ. എൻ്റെ അമ്മായിൻ്റെ മോളുണ്ട്, ഒതായിയാണ് അവളെ വീട്. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ അവൾ ഗർഭിണിയായി നിൽക്കുകയാണ്. അപ്പോൾ അവളെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാനും എൻ്റെ അനിയത്തിയും എളാപ്പാൻ്റെ മോളും അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് പോണത്. അപ്പോൾ ഒരു 10 മണിയാകുമ്പോഴത്തേനും ഇവിടുന്ന് പോകണം, മക്കളെയൊക്കെ പറഞ്ഞയച്ചിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ണിയപ്പത്തിന് മാവ് ഇട്ടിച്ചിരിക്കണം. അപ്പോൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കണം. അതേപോലെ ഞാനൊരു കേക്ക് ഉണ്ടാക്കിക്കണം കേട്ടോ. അപ്പം ഞോലൊക്കെ ഓരോ സാധനങ്ങൾ അങ്ങനെ ഓലും വാങ്ങും. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ അങ്ങനെ കൂടി പോവുകയാണ്. ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തതാണ് കേട്ടോ. അപ്പം നമ്മളെ ചാനലിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പം അങ്ങനെ ഇനി കൊണ്ടുപോകാൻ വേണ്ടി പാക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു കേക്ക് ബോക്സിലാക്കിയാണ്ട് അങ്ങനെ പാക്ക് ചെയ്തൊക്കെയാണ്.
കേക്കൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിനി. അതേപോലെ ഉണ്ണിയപ്പൊക്കെ പാക്ക് ചെയ്തു. ഇനി പോകാൻ ഒരുങ്ങി വന്നിക്കാണ്. അപ്പം മക്കളൊക്കെ കൊണ്ടുപോകാൻ പറ്റൂല, കാരണം ഞങ്ങൾ ബസ്സിനാണ് പോണത്. അപ്പം അംഗൻവാടിയൊക്കെ വിട്ടിട്ടാണ് പോണത്. ബസ്സിനല്ല രണ്ടാളെയും കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ കേക്കൊക്കെ കൊണ്ടല്ലേ പോണത്. തട്ടാതെയും മുട്ടാതെയൊക്കെ അവിടെ എത്തണമല്ലോ. എന്നാലൊരു കുഴപ്പമില്ലാതെ മാഷാ അല്ലാഹ് അവിടെ എത്തിയിട്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ വീടൊക്കെ ചോദിച്ചറിഞ്ഞ് അവിടെ എത്തി. ഇവളെ കാണാനാട്ടോ ഞങ്ങൾ വന്നത്. അപ്പം അങ്ങനെ കുറേ നേരം അധികം സംസാരിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കണ്ടാൽ പിന്നെ അങ്ങനെ ഒരുപാട് സംസാരിക്കാൻ ഉണ്ടാവുമല്ലോ. ടൈം പോകണമെന്നും അറിയില്ല, മക്കൾ വരുമ്പോഴത്തേനും ഇവിടെ എത്തും വേണം. അപ്പോൾ മറ്റോൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ കൊത്തിപ്പറിച്ചങ്ങാണ്ട് ഇത് അനിയത്തിൻ്റെ മോനാണ്. അപ്പോൾ നല്ല കാണല്ല ഫോൺ. അങ്ങനെ അതാ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ കൊണ്ടുപോയ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അവളെ കൊണ്ടൊന്ന് കഴിപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവർക്ക് 2 മക്കളാണ്, 2 ആളോടല്ല സ്കൂളിൽ പോയതാണ്. പിന്നെ ഞങ്ങൾ അവളോട് യാത്രയൊക്കെ പറഞ്ഞുകൊണ്ട് പോരുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.